നോട്ട് പ്രതിസന്ധിക്കിടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് പലയിടത്തും മുടങ്ങി. ട്രഷറികളിലും ബാങ്കുകളിലും ആവശ്യത്തിന് പണം എത്താത്തതിനാൽ പലയിടത്തും വരുന്നവരെ ടോക്കൺ നൽകി പറഞ്ഞുവിട്ടു. പെൻഷനും ശമ്പളവും വാങ്ങാൻ രാവിലെ മുതൽക്കേ തന്നെ ട്രഷറികൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വൻ ജനത്തിരക്കായിരുന്നു. വിവരങ്ങളുമായി ട്രിവാൻഡ്രത്ത് നിന്നും സുനിൽ ചേരുന്നുണ്ട്. സുനിൽ, 6 മണി വരെ ട്രഷറി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പലയിടത്തും. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നതാണ്? ഏതാണ്ട് 42 ട്രഷറികളോളം അടച്ചിടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്നത്തെ പൊതുവായ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ട്രഷറി ക്ലോസ് ചെയ്തപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് കൊടുത്ത തുക എല്ലാം അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ പെൻഷനോ അല്ലെങ്കിൽ ശമ്പളമോ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ 1 രൂപ പോലും നൽകാൻ പറ്റാത്ത ട്രഷറികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പണം ലഭിച്ചാൽ മാത്രമേ ട്രഷറികൾ പ്രവർത്തിപ്പിക്കാനാവൂ എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ ട്രഷറി അതുപോലെ ജില്ലാ ട്രഷറിയുടെ കീഴിൽ വരുന്ന 15ലധികം സബ് ട്രഷറികളിലൊക്കെ തന്നെ ഈ അവസ്ഥ തന്നെയാണ്. 3, 4, 5 കോടി എടുത്ത പല ട്രഷറികളിലും ഇത്രയും ലിമിറ്റേഷൻ വെച്ചിട്ട് പോലും തുക തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പല ട്രഷറികളിലും മറ്റു ചില ഗ്രാമീണ മേഖലയിലെ ട്രഷറികളിൽ പ്രശ്നം വന്നപ്പോൾ ഈ എടുത്ത തുക അങ്ങോട്ട് നൽകിയതും 10 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ക്ലോസിംഗ് ബാലൻസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. RBI ഇടപെട്ടുകൊണ്ട് നാളെ സർക്കാർ ആവശ്യപ്പെട്ട തുക ട്രഷറികൾക്ക് വേണ്ടി നൽകിയില്ലെങ്കിൽ ട്രഷറികൾ നാളെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നാളെ കാരണമാകും. സൗമ്യ, ഒരുപക്ഷെ സുനിൽ, ഇന്നത്തെ കുടിശ്ശികയും കൂടി ചേർത്ത് കൂടുതൽ തുകയായിരിക്കും നാളെ നൽകേണ്ടത്. ഇതിനുള്ളൊരു സജ്ജീകരണം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ധനമന്ത്രാലയം, സംസ്ഥാന ധനമന്ത്രി അടക്കം എന്തെങ്കിലും തരത്തിൽ സൂചനകൾ നൽകുന്നുണ്ടോ? എന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം സൗമ്യ, ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രാലയം അല്ലെങ്കിൽ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി പറയുന്നത് ആവശ്യപ്പെട്ട തുക ലഭിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. SBT നിന്നുള്ള ഒരു ഏജൻസി തന്നെയാണ് ഇവർക്ക് പണം ട്രഷറികൾക്ക് കൊടുക്കേണ്ടത്. അവരെങ്കിൽ നാളെ എന്തെങ്കിലും തുക നൽകുമോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുന്ന ട്രഷറികൾ മാത്രം പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെട്ട പോലെ തുക ലഭിച്ചു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ട്രഷറികളിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ജില്ലാ ട്രഷറികളിലെ കീഴിൽ വരുന്ന സബ് ട്രഷറികളിലൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിലായിരിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പും ട്രഷറികളിൽ നിന്ന് ലഭിക്കുകയാണ്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. പലയിടങ്ങളിലും ട്രഷറികൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ പോയത്. ശമ്പളവും പെൻഷനും നൽകാൻ കേരളം ആവശ്യപ്പെട്ട പണം ലഭിച്ചില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഉച്ചവരെ ലഭിച്ചത് 75 കോടി രൂപ മാത്രമാണെന്നും സംസ്ഥാനത്തെ 42 ട്രഷറികളിൽ പണമില്ലെന്നും മന്ത്രി. നാളത്തെ ശമ്പള വിതരണത്തിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നാളെയൊക്കെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് ആശങ്ക ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇന്ന് 500 കോടി രൂപയായിരുന്നു ട്രഷറികളിലേക്ക് തരേണ്ടിയിരുന്നു. എന്നാൽ ഇത്രയും തരാനുള്ള പണം ബാങ്കുകൾ ഉണ്ടാവില്ല എന്നറിഞ്ഞതുകൊണ്ട് ഇന്നത്തേക്ക് അത്യാവശ്യമുള്ള പണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ മൊത്തം 153 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 75 കോടിയെ 11:30 മണി വരെ ലഭിച്ചിട്ടുള്ളൂ. 42 ട്രഷറികളിൽ പണമേ എത്തിയിട്ടില്ല. അവയെല്ലാം തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള. രാജ്യതലസ്ഥാനത്തടക്കം രാജ്യത്തെ ഭൂരിഭാഗം ബാങ്കുകളിലും ശമ്പള വിതരണത്തിന് ആവശ്യമായ പണം ലഭ്യമായില്ല. ഇതോടെ മിക്ക ബാങ്കുകളും ഉച്ചയോടെ പണം തീർന്നു. ആളുകൾ പരിഭ്രാന്തരാകേണ്ട എന്നും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പണം ബാങ്കുകളിൽ എത്തിക്കുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. രാജ്യത്തെ 4 നോട്ട് അച്ചടി കേന്ദ്രങ്ങൾ മുഴുവൻ സമയ പ്രവർത്തനം ആരംഭിച്ചു. ദില്ലി അടക്കം വടക്കേന്ത്യയിലെ മുഴുവൻ ബാങ്കുകളും സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടുകളിൽ നിന്ന് വിതരണം ചെയ്യാനാകാതെ വിഷമിച്ചു. ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ തിരക്ക് കൂടിയതോടെ ചില ബാങ്കുകൾ 8,000-ഉം 4,000-ഉം ആക്കി ഇത് ചുരുക്കി. എന്നിട്ടും ഉച്ചയോടെ മിക്ക ബാങ്കുകളിലും പണം തീർന്നു. മിക്ക ബാങ്കുകളിലും 12 മണിയോടുകൂടി പണം തീർന്നു. ഇതോടെ ശമ്പളം എടുക്കാൻ എത്തിയവരുടെ മുന്നിൽ ബാങ്കുകൾ ഷട്ടറിട്ടു. വലിയ പ്രതിഷേധത്തിലാണ് രാജ്യതലസ്ഥാനത്തടക്കമുള്ള ബാങ്കുകൾക്ക് മുന്നിൽ ഉണ്ടായത്. ഇതോടെ രാവിലെ മുതൽ ക്യൂ നിന്നവർ അത്യാവശ്യത്തിന് പോലും പണം പിൻവലിക്കാനാകാതെ വലഞ്ഞു. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ എത്രയും വേഗം കൂടുതൽ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കുമെന്ന് RBI അറിയിച്ചു. 4 നോട്ട് പ്രിന്റിംഗ് കേന്ദ്രങ്ങളും മുഴുവൻ സമയം പ്രവർത്തിക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വേണ്ടത്ര പണം അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമെന്നും ധനമന്ത്രാലയവും വ്യക്തമാക്കി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
കൈവശം വെക്കാവുന്ന സ്വർണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര ധനമന്ത്രാലയം. 1961 ആദായനികുതി നിയമപ്രകാരം കൈവശം വെക്കാവുന്ന സ്വർണത്തിന് നിലവിൽ പരിധിയുണ്ട്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ആദായനികുതി ഭേദഗതി ബില്ലിൽ സ്വർണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന തരത്തിലുള്ള അഭ്യൂഹം പരന്നിരുന്നു. വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം സ്വർണവും അവിവാഹിതകൾക്ക് 250 ഗ്രാമും പുരുഷന്മാർക്ക് 12.5 പവൻ സ്വർണവും മാത്രമേ കൈവശം വെക്കാവൂ എന്നാണ് നിലവിലെ നിയമം. ഇതിൽ ഭേദഗതി ഒന്നും വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും നേരത്തെ പിരിഞ്ഞു. നോട്ട് മാറ്റത്തെക്കുറിച്ച് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും. അതേസമയം പ്രധാനമന്ത്രി രാജ്യസഭയിലെത്തി. പ്രതിപക്ഷത്തെ കള്ളപ്പണക്കാരനെന്ന് ആക്ഷേപിച്ച മോദി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി എത്താതെ നോട്ട് പ്രതിസന്ധിയിൽ ചർച്ചയില്ലെന്ന പ്രതിപക്ഷ നിലപാടിനിടയിലാണ് നരേന്ദ്രമോദി രാജ്യസഭയിലെത്തിയത്. മോദിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ആരംഭിക്കാമെന്ന് ഭരണപക്ഷം നിർദ്ദേശം മുന്നോട്ട് വച്ചു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ കള്ളപ്പണക്കാരെന്ന് സഭയ്ക്ക് പുറത്ത് മോദി ആക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ എംപിമാർ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ ആദ്യം മോദി മാപ്പ് പറയുക, അതിനുശേഷം ചർച്ചയെന്ന് 14 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നിലപാട് കൈക്കൊണ്ടു. ഇതിനെതിരെ ഭരണപക്ഷം തിരിഞ്ഞതോടെ സഭാ നടപടികൾ ബഹളമയമായി. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭ പിരിഞ്ഞു. ലോക്സഭയിലും സമാനമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. നോട്ടുമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി തീരുമാനിച്ചു. KV തോമസ് അധ്യക്ഷനായ സമിതി റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ചു വരുത്തും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സഞ്ചരിച്ച വിമാനത്തിന് ഇന്ധനം തീരാറായിട്ടും ലാൻഡ് ചെയ്യാൻ അനുമതി നൽകാത്തത് സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സഭയിൽ വയ്ക്കുമെന്ന് വ്യോമയാന മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനങ്ങൾ നോട്ടിനായി നെട്ടോട്ടമോടുമ്പോൾ വൻകിട കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് കോടികളുടെ നികുതി ഇളവ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയത് ക്രമവിരുദ്ധ വെട്ടിപ്പെന്ന് CAG റിപ്പോർട്ട്. BSNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകിയിട്ടില്ലെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ഉറവിടത്തിൽ തന്നെ ആദായ നികുതി അടച്ച് സ്വന്തം അക്കൗണ്ടിലെ ശമ്പളം പോലും സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയാതെ സാധാരണക്കാർ നട്ടം തിരിയുന്നതിനിടയിലാണ് നരേന്ദ്രമോദി സർക്കാർ വൻകിട കമ്പനികൾക്കായി നടത്തിയ വൻ നികുതി വെട്ടിപ്പിന്റെ കണക്കുകൾ CAG പാർലമെന്റിൽ വച്ചത്. വൻകിട കമ്പനികൾക്ക് അധികാരത്തിലേറിയ ശേഷം 2015-16 കാലയളവിൽ കോടികളുടെ നികുതി ഇളവാണ് ധനമന്ത്രാലയം നൽകിയത്. റിലയൻസ് സ്പോർട്സ് ആൻഡ് ടെർമിനൽസിന് 1766 കോടി രൂപയുടെ നികുതി ഇളവ് സർക്കാർ നൽകി. GSW സ്റ്റീൽസിന് 152 കോടി രൂപയും അംബുജ സിമന്റ്സിന് 50 കോടി രൂപയുടെയും ഇളവ് സർക്കാർ നൽകി. BT ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസിന് 7 കോടി 19 ലക്ഷം രൂപയും വോഡാഫോൺ ഈസ്റ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 5 കോടി രൂപയുടെയും നികുതിയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. ഗുജറാത്ത് ആസ്ഥാനമായ കമ്പനികൾക്കാണ് നികുതി വെട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ മുന്നിൽ. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിന് 22 കോടി രൂപയും ഗുജറാത്ത് അംബുജ എക്സ്പോർട്സിന് 2 കോടി രൂപയും നികുതി ഇളവ് സർക്കാർ നൽകി. ഗുജറാത്ത് ബാലാജി വഫേസ് 1.5 കോടി രൂപ, ഗുജറാത്ത് ഗാർഡൻ സിൽക്സിന് 1.25 കോടി രൂപ എന്നിങ്ങനെയാണ് നികുതി വെട്ടിക്കുറച്ച മറ്റു കമ്പനികൾ. പ്രതിവർഷം ഇവർക്ക് ലഭിച്ച നികുതി ഇളവ് മാത്രമാണിത്. പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നികുതി സ്രോതസ് വർദ്ധിപ്പിക്കുകയാണ് പ്രധാന നയമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ഇതിനിടയിലാണ് വൻകിട കമ്പനികൾക്കായി വൻ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ കണക്കുകൾ കൂടി പുറത്തുവരുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നിലമ്പൂരിൽ കൊല്ലപ്പെട്ട CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജിന്റെ ശരീരത്തിൽ 9 വെടിയുണ്ടകളേറ്റതിന്റെ പാടുകൾ. 5 വെടിയുണ്ടകൾ ശരീരത്തിന്റെ പിൻഭാഗത്തും 4 എണ്ണം മുൻഭാഗത്തുമേറ്റതായി പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാം ഒരേ അകലത്തിൽ നിന്ന് ഏറ്റതാണ് എങ്കിലും എത്ര ദൂരം എന്നത് റിപ്പോർട്ടിലില്ല. ശരീരത്തിന്റെ മുൻഭാഗത്ത് നെഞ്ചിലും താഴെയുമായാണ് 4 വെടിയുണ്ടകളേറ്റത്. പിറകുവശത്തായി 5 എണ്ണവും. ഇന്ന് കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിയുണ്ടകൾ ഒരേ അകലത്തിൽ നിന്നേറ്റതാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ എത്ര ദൂരമെന്നത് വ്യക്തമാക്കിയിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ശേഷം വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ PA പൗരൻ പറഞ്ഞു. ഒന്നുകിൽ ഈ ദേവരാജ് എന്ന് പറയുന്ന ആളെ തോക്കിൻ്റെ മുമ്പിൽ നിർത്തി വെടിവെച്ചു, വീണപ്പോൾ ഇടതുഭാഗത്ത് വീണ്ടും വെടിവെച്ചു, അത് കഴിഞ്ഞ് കമന്ന് നിന്നപ്പോൾ വീണ്ടും അനങ്ങി കമഴ്ന്നപ്പോൾ പിറകിൽ നിന്നും വെടിവെച്ചു കാണും. അല്ലാതെ ഇത്ര ഗുരുതരമായിട്ടുള്ള 9 ബുള്ളറ്റുകൾ ആ ശരീരത്തിലേക്ക് പാഞ്ഞു കയറാൻ സാധ്യതയില്ല എന്ന് വേണം അനുമാനിക്കാൻ. വെടിയേറ്റതിന്റെ 7 പാടുകളാണ് എക്സ്റേയിലുണ്ടായിരുന്നത്. 4 വെടിയുണ്ടകൾ മാത്രമാണ് പക്ഷേ ശരീരത്തിൽ നിന്ന് കണ്ടെടുക്കാനായത്. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി നാളെ പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
നിലമ്പൂർ ഏറ്റുമുട്ടലിലെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സൈബർ പോലീസും ഹൈടെക് സെല്ലും കേസ് അന്വേഷിക്കും. ഒഡീഷയിൽ കൊല്ലപ്പെട്ട സ്ത്രീയാണ് പ്രചരിച്ച വ്യാജ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. ദേശീയ ടീമിൽ ഇടം നേടിയ യുവ വിക്കറ്റ് കീപ്പർ സഞ്ജു വി സാംസണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. രഞ്ജി ട്രോഫി മത്സരങ്ങൾക്കിടെ മോശം പെരുമാറ്റമുണ്ടായെന്ന് കാണിച്ചാണ് നോട്ടീസ്. അന്വേഷണത്തിനായി KCA വൈസ് പ്രസിഡന്റ് TR ബാലകൃഷ്ണൻ ചെയർമാനായി 4-അംഗ അച്ചടക്ക സമിതിയെയും KCA നിയോഗിച്ചു. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുങ്ങുന്നതായാണ് സൂചന. ആദ്യപടിയായി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. രഞ്ജി ട്രോഫി മത്സരങ്ങൾക്കിടെ മോശമായി പെരുമാറിയെന്ന് കാണിച്ചാണ് നോട്ടീസ്. മുംബൈയിൽ നടന്ന ഗോവയ്ക്കെതിരായ രഞ്ജി മാച്ചിൽ 0-ന് പുറത്തായതിനു ശേഷം ബാറ്റ് തല്ലിയുടച്ചു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മണിക്കൂറുകളോളം പുറത്തുപോയി. ത്രിപുരയ്ക്കെതിരായ മാച്ചിൽ പുറത്തിരുത്തിയതിനു ശേഷം KCAയിലെ ഉന്നതനെ പിതാവ് സാംസൺ ചീത്ത വിളിച്ചു. ഈ രീതിയിലുള്ള മോശം പെരുമാറ്റങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് KCAയുടെ നോട്ടീസ്. അച്ചടക്ക ലംഘനം പരിശോധിക്കാൻ 4-അംഗ സമിതിക്കും KCA രൂപം നൽകി. നിലവിലെ വൈസ് പ്രസിഡന്റ് TR ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതി ഈ മാസം 15-നകം റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം സഞ്ജുവിനെതിരെ KCA തലപ്പത്ത് ആസൂത്രിത നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഞ്ജുവിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അച്ഛൻ സാംസൺ. സഞ്ജുവിനെ തേജോവധം ചെയ്യുകയും മാനസികമായി തളർത്തുകയുമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം. സഞ്ജുവിന് മുട്ടിന്റെ പരുക്ക് ചികിത്സിക്കാൻ പോലും KCA സമയം അനുവദിക്കുന്നില്ല. താൻ TC മാത്യുവിനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും സാംസൺ പീപ്പിൾ TVയോട് പറഞ്ഞു. അവൻ ഔട്ടായപ്പോൾ അവൻ്റെ സ്വന്തം വിഷമം അവൻ്റെ സ്വന്തം ബാറ്റോട് അവൻ്റെ കിറ്റ് ബാഗിൽ എറിഞ്ഞ് കാണിച്ചത് വലിയ അപരാധമായി പോയി എന്ന് അവനെ ക്രൂശിലേറ്റുന്നു. ഇത് നിങ്ങൾക്ക് ന്യായം തോന്നണമെങ്കിൽ നിങ്ങൾ അവനെ പണിഷ്മെന്റ് കൊടുക്കൂ. സഞ്ജു വി സാംസണെതിരായ ആരോപണങ്ങളോട് വികാരാധീനനായാണ് അച്ഛൻ സാംസൺ പ്രതികരിച്ചത്. തപ്പ്, വെറും തെറ്റ് ഒരിക്കലുമില്ല. ഒരു കാരണവശാലും അത് സംഭവിക്കുന്നതല്ല. അത് വെറും തെറ്റത്. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ അവൻ്റെ കിറ്റ് ബാഗിൽ ഡ്രസ്സിംഗ് റൂമിൽ അവൻ്റെ ബാറ്റ് വലിച്ചെറിഞ്ഞു. ഇത് അപരാധമായി കാണുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കഥകൾ. ഇതിന് ഷോക്കേസ് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന എത്രയോ പേർക്ക് ഷോക്കേസ് നോട്ടീസ് കൊടുക്കും. ആരോപണങ്ങൾ സഞ്ജുവിനെ തേജോവധം ചെയ്യാനും മാനസികമായി തളർത്താനും ലക്ഷ്യമിട്ടാണ്. അപ്പോൾ അവനോട് ശത്രുതയുള്ള ആരോ ഒരു കഥയുണ്ടാക്കി അവിടെ. അതിനെ സാറിന് തന്നെ പരിഹരിക്കാമെന്നുള്ളതല്ലേ. അതിനൊരു ഷോക്കാസ് നോട്ടീസ് വരെ പോകേണ്ട കാര്യമുണ്ടോ? കാലിനേറ്റ പരുക്കു ചികിത്സിക്കാൻ പോലും KCA മകന് സമയം അനുവദിക്കുന്നില്ല. 2 മുട്ടും വയ്യാതിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 30-ാം തീയതി MRI എടുത്തു. ആ MRI എടുത്ത് റിപ്പോർട്ട് 5-ാം തീയതി KCAക്ക് സബ്മിറ്റ് ചെയ്തു. KCA എടുക്കുന്ന അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. KCA റിജക്റ്റ് ചെയ്തു. ഇത് റിജക്റ്റ് ചെയ്ത് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല KCAയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അവരാണ് റിജക്റ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരോ റിജക്റ്റ് ചെയ്തു. അവൻ റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇഞ്ചുറി ഉണ്ട്. KCA അവന് ചികിത്സ കൊടുക്കണമെന്നാണ് സഞ്ജു ആവശ്യപ്പെടുന്നത്, സഞ്ജുവിൻ്റെ അച്ഛൻ ആവശ്യപ്പെടുന്നത്. താൻ TC മാത്യുവിനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും സഞ്ജുവിന്റെ ചികിത്സ സംബന്ധിച്ച് സംസാരിക്കാനാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും സാംസൺ പറഞ്ഞു. മകനെ കളിക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിലെ ക്രിക്കറ്റ് ഭരണാധികാരികളോട് ഈ അച്ഛൻ കേണപേക്ഷിക്കുന്നത്. അവനെ തകർക്കാതിരിക്കുക, ദാറ്റ്സ് ഓൾ. അവനെ തകർക്കാതിരിക്കുക, അവന് ചികിത്സ കൊടുക്കുക, അവൻ വയ്യാതിരിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. തിരുച്ചിറപ്പള്ളി പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് 20 പേർ മരിച്ചു. ജലാറ്റിൻ നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. 24 പേരാണ് അപകട സമയത്തുണ്ടായിരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. രാവിലെ 7:30ഓടെയാണ് സംഭവം നടന്നത്. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും നാശമുണ്ടായി. ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയുടെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. സാന്റിയാഗോയിലെ പുരാതന സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് അന്തിമ ചടങ്ങുകൾ നടക്കുന്നത്. അതേസമയം ചിതാവശിഷ്ടം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. ക്യൂബൻ ജനതയുടെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി നീങ്ങുന്ന വിലാപയാത്ര ഞായറാഴ്ചയാണ് സാന്റിയാഗോയിലെത്തുക. ചരിത്രത്തിന്റെ ആവർത്തനത്തിന് കാലം സാക്ഷിയാവുകയായിരുന്നു. 1959 ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയഭേരി മുഴക്കി ഫിദലും സംഘവും സഞ്ചരിച്ച പാതയിലൂടെ ഒരു മടക്കയാത്ര. വെള്ളപ്പൂക്കൾ കൊണ്ട് പട്ടുവിരിച്ച പുഷ്പമഞ്ചത്തിൽ ഹവാനയിൽ നിന്ന് സാന്റിയാഗോയിലേക്ക് പ്രത്യേകം ക്രമീകരിച്ച ക്യൂബൻ സൈനിക വാഹനത്തിലാണ് വിപ്ലവഭൂമിയുടെ വീരനായകന്റെ ചിതാവശിഷ്ടം കൊണ്ടുപോകുന്നത്. 3 ദിവസം കൊണ്ട് ഏതാണ്ട് 900 കിലോമീറ്റർ യാത്ര ചെയ്താണ് അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സാന്റിയാഗോയിലെ സെമിത്തേരിയിലെത്തുന്നത്.
സാന്റിയാഗോയിലെ ഇഫിജിനിയ സെമിത്തേരിയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഇനി ആ ജ്വലിക്കുന്ന ഓർമ്മകൾ നിത്യവിശ്രമം കൊള്ളുക. 19-ാം നൂറ്റാണ്ടിലെ ക്യൂബൻ സ്വാതന്ത്ര്യ പോരാളി ജോസ് മാർട്ടിയുടെ സമീപത്തായിരിക്കും 21-ാം നൂറ്റാണ്ടിന്റെ നായകനും ഇനി കുടികൊള്ളുക. സ്വാതന്ത്ര്യത്തിന്റെ വാഹനമെന്ന് പേരിട്ട വാഹനം രാജ്യത്തിന്റെ ഓരോ പ്രദേശവും കടന്നുപോകുമ്പോൾ തെരുവിന്റെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ ക്യൂബൻ ദേശീയ പതാക വീശിയും VR ഫിദൽ എന്നുമൊക്കെ മുദ്രാവാക്യം വിളിച്ചും ചിലർ ഈറൻ മിഴികളോടെയും നാടിന്റെ വീരപുത്രന് യാത്രാമംഗളങ്ങൾ നേരുന്നു. Todo se lo debemos, la educación, la salud, todo, nuestra revolución, todo. Gracias, gracias de donde usted está, siempre lo vamos a tener en nuestros corazones, siempre porque somos cubanos y viva Fidel. ഹവാനയിലെ വിപ്ലവ ചത്രത്തിൽ നിന്ന് സാന്റിയാഗോയിലേക്കുള്ള ഈ യാത്രയ്ക്ക് അവസാനമില്ല. അത് ഒരു ജനതയുടെ മനസ്സിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ മനുഷ്യന് മരണമില്ലെന്ന് ഓരോ ജനസമൂഹവും തങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ശബരിമലയിലേക്കുള്ള യാത്രയിൽ കന്യായ്യപ്പന്മാർ അനുഷ്ഠിക്കേണ്ട പ്രധാന ആചാരങ്ങളിലൊന്നാണ് ശരംകുത്തിയിലെ ശരംകുത്തൽ. എരുമേലി പേട്ട കെട്ടി കഴിയുമ്പോൾ മുതൽ കന്യായ്യപ്പന്റെ കയ്യിൽ ശരമുണ്ടാകും. മരക്കൂട്ടത്തു നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര ശരംകുത്തിയിലെത്തുമ്പോഴാണ് ഈ ആചാരം അനുഷ്ഠിക്കേണ്ടത്. ശബരിമലയിലെ ഓരോ അനുഷ്ഠാനങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. കന്യയ്യപ്പന്റെ വരവിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ശരംകുത്തൽ. ഓരോ കന്യയ്യപ്പനും എരുമേലിയിലെ പേട്ടതുള്ളലിന് ശേഷം കൊണ്ടുവരുന്ന ശരമാണ് ശരംകുത്തിയാലിൽ കുത്തുന്നത്. മാളികപ്പുറത്തമ്മയുടെ നഷ്ടപ്രണയത്തിന്റേതാണ് ശരംകുത്തിയുടെ കഥയെന്ന് കരുതുന്നവരുണ്ട്. മാളികപ്പുറം മൈഷി മോക്ഷം കിട്ടി മാളികപ്പുറമാകും. അപ്പോൾ മൈഷി ചോദിക്കും എന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ ഞാൻ ബ്രഹ്മചാരിയാണ് ഈ ജന്മത്തിന്. അപ്പോൾ ഏത് ദിവസം എനിക്ക് നൂതന ഭക്തൻ എൻ്റെ അടുത്തേക്ക് വരില്ലയോ അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിക്കുക പറഞ്ഞിട്ട് ഒരു വാക്ക് കൊടുക്കും. അപ്പോൾ നൂതന ഭക്തൻ പറഞ്ഞ കന്യസ്വാമി, എല്ലാ കന്യസ്വാമിമാരും വന്നിട്ട് ഇവിടെ ശരംകുത്തിയിൽ കുത്തും. മകരവിളക്കുത്സവത്തിന് ശേഷം മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തുണ്ട് ശരംകുത്തിയിലേക്ക്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തുന്ന എഴുന്നള്ളത്ത് ശരംകുത്തിയിൽ വന്ന് തിരിച്ചു പോകും. ശരംകുത്തിയാലിനെ കുറിച്ച് കഥകളിലും ചരിത്രങ്ങളിലും പലതും കേട്ടിട്ടുണ്ട്. എന്നാൽ മല ചവിട്ടി വരുന്ന കന്യയ്യപ്പന്റെ പ്രതീകമായി തന്നെയാണ് ഓരോ കന്യയ്യപ്പനും ഇവിടെ ശരംകുത്തി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത്. ശരംകുത്തിയാലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. കൗമാര താരങ്ങളുടെ കായിക മാമാങ്കത്തിനായി ശനിയാഴ്ച ട്രാക്കും ഫീൽഡും ഉണരും. റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാനായി പുതിയ ഊർജ്ജവുമായി താരങ്ങൾ ഇറങ്ങുമ്പോൾ 4 ദിവസം ആവേശകരമായ പോരാട്ടത്തിൻ്റെതാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ദീപശിഖ നാളെ വൈകുന്നേരം കാലിക്കറ്റ് സർവകലാശാലയിലെത്തിക്കും. 95 ഇനങ്ങൾ 2600ഓളം താരങ്ങൾ. കായിക കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിലെ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലാണ് 53ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ മത്സരത്തോടെ കായികമേളക്ക് തുടക്കമാവും. 18 ഇനങ്ങളിലെ വിജയികളെ 6 ദിവസം അറിയാം. ശനിയാഴ്ച വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ സാംസ്കാരിക പൈതൃകം വിളിച്ചോറുന്ന വിവിധ കലാരൂപങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടും. കഴിഞ്ഞ കായികമേള നടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ബാഡ്മിന്റൺ താരം അപർണ ബാലൻ കൈമാറുന്ന ദീപശിഖ നാളെ വൈകുന്നേരം കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. ശനിയാഴ്ച ഒളിമ്പ്യൻ PT ഉഷയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിലെത്തിക്കുന്ന ദീപശിഖ ഏറ്റുവാങ്ങി ഒളിമ്പ്യൻ KT ഇർഫാൻ സ്റ്റേഡിയത്തിൽ തെളിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേള ചൊവ്വാഴ്ച സമാപിക്കും. പുതിയ ദൂരവും ഉയരവും വേഗവും തേടിയുള്ള പോരാട്ടത്തിന് ഇനി ഒരു നാൾ കൂടി. കാതോർക്കാം കൗമാര കേരളത്തിന്റെ ആരവങ്ങൾക്കായി. തേഞ്ഞിപ്പലത്തിൽ നിന്നും സിജു കണ്ണൻ.